ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ദുവാ ദുവാ ഹായ് പറ. ദുവാ ഇവിടെ ഹായ്. ദുവയ്ക്ക് മൂടില്ല. ഗുവാഹട്ടി സ്റ്റേഷൻ നമ്മൾ വരൊപ്പം പോവാണ് ആർമി ഗസ്റ്റ് ഹൗസിലോട്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്ന വണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണിച്ചു കൊടുത്തായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ കൊള്ളാം, വലിയ വൃത്തികേടുകളൊന്നുമില്ല. നോവാ ബേബി കളിക്കുകയാണ് സ്റ്റേഷനിലെത്തിയിട്ട്. ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിലുള്ള കാഴ്ചകളാണിതെല്ലാം. ഒരു ഷോപ്പ്, എന്തൊക്കെയോ സംഭവങ്ങൾ, കരകൗശല സാധനങ്ങളുണ്ട് ഈ ഷോപ്പിൽ. പ്രത്യേകിച്ചൊന്നും ഈ റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങളെ പുതുതായിട്ട് കാണിക്കാനില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒന്നും പറയുന്നില്ല. ഓക്കെ ബൈ. ഹലോ, നമ്മൾ കഫേ ഗോൾഡൻ ഫീസ്റ്റ് എന്ന് പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷന് പുറത്തുള്ള ഒരു ട്രെയിനിൻ്റെ ഷേപ്പുള്ള റെസ്റ്റോറൻറ്റിലാണ്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ നമ്മൾ എന്തോ ഓർഡർ ചെയ്തത്, ഒരു ഫ്രൈഡ് റൈസും ഒരു ആലു പൊറാട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മളെ വണ്ടി നമ്മളൊരു അവർ വെയിറ്റ് ചെയ്യണം. അവിടെ നിന്ന് വരുന്ന വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു. ഇപ്പോൾ സമയം 11:26 ആയിട്ടുണ്ട്. പുറത്ത് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ കാണാം കേട്ടോ, ഞാൻ കാണിച്ചു തരാം. കണ്ടാ നല്ലല്ലേ? ചിരിക്കൂ. ഇവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ആലു പൊറാട്ട വിത്ത് കേർഡ് ആൻഡ് പിക്കിൾ എത്തിയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയും. ഫോൺ ഓഫ് ഇരുന്നെങ്കിൽ സൗണ്ട് കേൾക്കൂലേ? ഓക്കെ, എങ്ങനെയുണ്ട്? നല്ലതായിട്ടാണ്. ആ പിക്കിൾ എന്ത് പിക്കിളാ? മിക്സ്ഡ് ഫ്രൂട്ട് പിക്കിളാണ്. ഓക്കെ, ഇനി അടുത്ത ഓക്കെ സോറി, മിക്സ്ഡ് വെജിറ്റബിൾ പിക്കിളാണ്. നമ്മളിനി അടുത്ത സാധനം വരുമ്പോൾ കാണിക്കാം കേട്ടോ. ഫ്രൈഡ് റൈസും വന്നിട്ടുണ്ട്. എന്ത് ഫ്രൈഡ് റൈസ് ആയിരുന്നു? യോങ് ചോങ് ഫ്രൈഡ് റൈസ്. ആ ഒന്ന് ടേസ്റ്റ് നോക്കൂ. മഷ്റൂമൊക്കെ ഇട്ടിട്ടുള്ള ഫ്രൈഡ് റൈസാണ്. എങ്ങനെയുണ്ട് എന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയൂ. നമ്മുടെ ഫ്രൈഡ് റൈസ് പോലെ തന്നെയാണോ? ഓക്കെ ഓക്കെ ഓക്കെ, ഇനി അവൻ തീർക്കുന്നതിന് മുമ്പ് ഞാൻ പോട്ടെ. കാവ്യ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞാൻ ഇത്രയും നേരം ഞാനല്ലേ അഭിപ്രായം പറഞ്ഞു, ഇനി കാവ്യ പറയണമെന്ന്. ഈ ഫ്രൈഡ് റൈസ് നല്ല ഇഷ്ടമായി. ഓവറായിട്ടുള്ള ഒരു ഫ്ലേവറും ഇല്ല, പക്ഷെ നല്ലൊരു സാധനം. ഇതെങ്ങനെയുണ്ട് ആലു പൊറോട്ട? അതൊക്കെ ഇഷ്ടമായി. എനിക്ക് പൊതുവേ ചപ്പാത്തി ഐറ്റംസ് ഇഷ്ടമില്ലാത്ത, പക്ഷേ സാധനം കൊള്ളാം. ആ കേടെല്ലാം കൂട്ടി കഴിക്കുമ്പോൾ നല്ലതാണ്. ഫ്രൈഡ് റൈസാണ് കൂടുതൽ ഇഷ്ടമായത്. നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റ് ഇതാണ്, CGF. അപ്പം നിങ്ങൾ ഗുവാഹട്ടി റെയിൽവേ സ്റ്റേഷനിൽ വരികയാണെങ്കിൽ എന്തായാലും ഇവിടെ വന്ന് ഫുഡ് കഴിക്കുക. അടിപൊളി സാധനമാണ്. ബേബീനായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നടക്കുകയാണ്. ഹായ്. വണ്ടീനെ വെയിറ്റ് ചെയ്ത് നമ്മൾ പുറത്തോട്ട് എത്തിയിട്ടുണ്ട്. ബാഗ് സാധനങ്ങളൊക്കെ നമ്മുടെ മാത്രമല്ല അവരുടെയും കൂടി ബാഗാണ് അത്. നമ്മൾ വണ്ടീനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ വരും നമ്മുടെ ക്യാബിൽ കയറി വണ്ടി എടുത്തു. പിന്നെ ഒരു 3 മണിക്കൂർ ഉണ്ടാവും ഇതിനകത്ത് നമ്മൾ യാത്ര ചെയ്യുകയാണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, കുറേ നേരം ഇതിനകത്ത് ഇരിക്കണം. ഓക്കെ ബൈ. നമ്മളപ്പോൾ ഗുവാഹട്ടിയിൽ നിന്ന്
ഷിലോങ്ങിലോട്ട് ക്യാബിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ട നമ്മ ചെന്നൈ ദോശ എക്സ്പ്രസ് എന്ന് പറഞ്ഞ കടയിൽ നിർത്തിയിരിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും മാത്രമേ അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചെന്നുള്ളൂ. അപ്പോൾ ബാക്കി അവർക്ക് ഫുഡ് കഴിക്കാനുള്ളത് അവരോട് നിർത്തിയതാണ്. വണ്ടി കയറിയിട്ട് ഇത്രയും നേരം അവൻ കിടന്നുറങ്ങായിരുന്നു. എനിക്ക് ഉറക്കമൊന്നും വരുന്നുണ്ടായിരുന്നില്ല. നമുക്കിനി ഒരു 1.5 മണിക്കൂർ കൂടി പോകാണ്ട്. നമ്മൾ ഈ ദോശക്കടയിലെ ടോയ്ലറ്റാണ്. അവൻ ടോയ്ലറ്റിനകത്തോട്ട് പോയിട്ടുണ്ട്. അവിടെ വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കാത്തുനിൽക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന ചേച്ചിയോട് നമ്മൾ വെള്ളം അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 5 മിനിറ്റിനുള്ളിൽ വെള്ളം വരുന്ന പറഞ്ഞത്. അവൻ പോയി ഇറങ്ങിയിട്ട് ഞാൻ പോവും. ഇത് ജെൻസ്, അത് ലേഡീസ്. കണ്ട നല്ല വൃത്തിയുള്ള ടോയ്ലറ്റാണേ. ദോശക്കടയില്ലേ, അതിൻ്റെ മുമ്പിൽ ഒരു ചെറിയൊരു ഷോപ്പുണ്ടേ. ആ അമ്മച്ചി നടത്തുന്ന ഷോപ്പാണ്. അവിടെ നോക്കിയേ, എന്തൊക്കെയോ അച്ചാർ ഇരിക്കുന്നുണ്ട്. മീനച്ചാറ്, മുളകച്ചാറ്, ചെമ്മീനച്ചാറ്, എന്തൊക്കെയൊക്കെയോ സാധനങ്ങൾ. എനിക്കൊന്നും മനസ്സിലാവണ പോലില്ല. നമ്മളവിടെ പോയാലും കാണുമായിരിക്കും ഇതൊക്കെ. കുറച്ച് ചെറിയ ലേസ് കട. ഈ അമ്മച്ചിയുടെ കടയാണേ. കിഡിലാണേ. അവർ നമ്മളെ ഇറക്കിയിട്ടിട്ട് പോയി. അടിപൊളി റൂമും കാര്യങ്ങളൊക്കെയാണ്. നല്ല തണുപ്പുണ്ട്. അയ്യോ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ മുഴുവനായിട്ട് കാണിക്കാം. ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. നല്ല റൂമാണ്, നല്ല സ്ഥലവും. അങ്ങനെ നമ്മൾ ഷിലോങ്ങിൽ ആ ഗസ്റ്റ് റൂമിലെത്തി. ഞങ്ങളൊരു നല്ല കുളി കുളിച്ചു. 2 ദിവസം ആ ട്രെയിനിൽ കിടന്നതിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി. ക്ഷീണം മാറ്റിയിട്ടില്ല, കിടന്നിട്ടില്ല. ഞങ്ങൾ കുളിച്ചിട്ട് വേഗം ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ബൈക്ക് റെൻറ്റിന് എടുക്കാൻ പോവാണ്. 4 ദിവസം ബൈക്കിലാണ് നമ്മുടെ കറക്കം. നമ്മൾ ലൊക്കേഷൻ നോക്കിയിട്ട് നടക്കുകയാണേ. ഇനിയൊരു 800 മീറ്റർ കൂടി നടക്കാനുണ്ട്. നല്ല തണുപ്പാണ്. പക്ഷെ സുഖമുള്ള തണുപ്പ്. ഓവർ എന്ന് പറയാനും പറ്റൂല. നമ്മൾ സീസൺ ടൈമിൽ ഊട്ടി കൊടൈക്കനാലൊക്കെ പോയാണ്ടാണ് തണുപ്പേ ഉള്ളൂ കേട്ടോ. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി എന്നെ കാണാനില്ല. ബൈ. ബൈക്ക് റെന്റലിന് എടുക്കാൻ വന്ന സ്ഥലമാണ്. ഇവിടെ ആകെ ഒരു 3 ബൈക്ക് ഇരിക്കുന്നത് കാണാനുള്ളൂ. തന്നെയാണെന്ന് തോന്നുന്നു. നമ്മൾ പോലീസ് ബസാറിലോട്ടാണ് പോണത്. അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോണത്. 3 ദിവസത്തേക്കാണ് നമ്മൾ സ്കൂട്ടി റെൻ്റൽ എടുത്തിരിക്കുന്നത്. അത് ഊട്ടിയിലെ തണുപ്പല്ലാത്ത അതിനേക്കാളും തണുപ്പുണ്ട്. ഞങ്ങളാണെങ്കിൽ ഗ്ലൗസ് എടുക്കാനും മറന്നു. അയ്യോ, എത്തും 1 കിലോമീറ്റർ ഉള്ളൂ. ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. നമ്മളിപ്പോൾ പോലീസ് ബസാറിലെത്തിയിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണവിടെ. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഭാഗത്തോട്ട് നടക്കാം. ഷിലോങ് പോലീസ് ബസാറിൻ്റെ വ്യൂ ആണിത്. നമുക്ക് അകത്തോട്ട് പോയിട്ട് വല്ല ഫുഡും കിട്ടുമോ നോക്കാം. പോലീസ് ബസാറിലെ സ്ട്രീറ്റ് ഫുഡ് കാണിച്ചു തരാം നിങ്ങൾക്ക്. കടലയാണ്. നൂഡിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി മാറി സൈഡിൽ നിൽക്കണം. റൊട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പോർക്കും ചിക്കനൊക്കെയാണ് ഉള്ളത്. ചിക്കൻ്റെ ലെഗ് പീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറൈറ്റി ആയിട്ടുള്ള നൂഡിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇത് ബിരിയാണിയാണ് എന്ന് തോന്നുന്നുണ്ട്. ഇത് നൂഡിൽസാണ്. റൊട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ ഈ സ്ട്രീറ്റ് മൊത്തം അങ്ങനെ സ്ട്രീറ്റ് ഫുഡാണ്. മോമോസ് കാര്യങ്ങളൊക്കെ വേറെ ഉണ്ട്. മോമോസൊക്കെ ഉണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുള്ള ചായയൊക്കെ ഇവിടെ ഉണ്ട്. പറഞ്ഞോ. ഇനി നല്ല കൈ ഇറക്കുന്നുണ്ട്. നമുക്ക് കഴിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത് പോർക്ക്. ഈ സൈഡിലിരിക്കുന്ന പോർക്ക്, ആ സൈഡിലിരിക്കുന്ന ചിക്കൻ. നമ്മളിവിടുന്ന് ചിക്കൻ വാങ്ങാൻ പോവാണ്.
ഒരു സ്റ്റിക്കിന് 120 റുപ്പീസാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. നല്ല കളറുണ്ട്, പക്ഷേ നമുക്ക് കഴിക്കാൻ തോന്നും. അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിക്കൻ കിട്ടിയിട്ടുണ്ട്, കഴിച്ചു നോക്കൂ. ഇവിടുത്തെ ലെമൺ നോക്കി നോക്ക്, ഭയങ്കര വലുതാണ്. നമ്മുടെ നാട്ടിലെ ലെമൺ പോലെയല്ല. ഇതിലെന്തോ സ്പൈസി മസാലയൊക്കെ ഇട്ടിട്ടാണ് തന്നിരിക്കുന്നത്. ഇഷ്ടമായോ? എനിക്ക് ഇഷ്ടമായി. ഒരു വെറൈറ്റി, സ്പൈസി മസാല അതും ആ ലെമണിൻ്റെ ടേസ്റ്റും കൂടി ആകുമ്പോൾ ഒരു വെറൈറ്റി. അടുത്തതായിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന നൂഡിൽസ് ആണ്. എത്ര രൂപയ്ക്കാണ് നമ്മളിത് വാങ്ങുന്നത്? 30 രൂപയ്ക്കുള്ള നൂഡിൽസ് ആണ്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, കൊള്ളാം. വെജിറ്റബിൾ നൂഡിൽസ് ആണ്. കഴിച്ചിട്ട് പറയാം. ഞാനൊരു വായ കഴിച്ചു നോക്കിയായിരുന്നു. നോർമൽ സാധനം, പ്രത്യേകിച്ചൊരു വികാരമില്ല. പക്ഷേ ആ നൂഡിൽസിൻ്റെ ആ ഒരു ടെക്സ്ചർ കൊള്ളാം അല്ലേ. അതിൻ്റെ മസാല സാധനങ്ങളല്ല, ആ സാധനം കൊള്ളാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതാണ് പോലീസ് ബസ്സാ. 2 ഭാഗത്തും കച്ചവടക്കാർ തിങ്ങി നിരങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ചൊന്നും വാങ്ങാൻ തോന്നണില്ല. കാരണം നോർമൽ സാധനങ്ങളാണ്. നമ്മളെല്ലായിടത്ത് പോയാലും ഏതൊരു ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയാലും കാണുന്ന അതേ സാധനങ്ങൾ. അതുകൊണ്ട് ഒന്നും വാങ്ങാൻ തോന്നുന്നില്ല. പോലീസ് ബസാറിൽ കൂടെ നമ്മൾ തിരിച്ച് നടക്കുകയാണ്. ഇവിടെ ഹോട്ടൽ കണ്ടില്ല. ഷോപ്പിങ്ങിന് പറ്റിയ ഏരിയ ആണ്, പക്ഷെ കുറച്ച് കഴിവാണ് സാധനങ്ങളൊക്കെ നോക്കിയെടുക്കാൻ. ആവശ്യമുള്ള സാധനം എന്താണെന്ന് അറിയാനും നമുക്ക് മനസ്സിലാവണില്ല, നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോന്ന്. അതുകൊണ്ട് സംഭവം ഭയങ്കര ക്രൗഡഡ് ആണ്. കൊള്ളാം അല്ലേ? കൊള്ളാം. നമ്മൾ ഇവിടെ ഒരു കാസി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. ആ മെനു ആണ് ആ മുകളിലുള്ളത്. അത് നമുക്ക് കുറേ പോർക്ക് ഐറ്റംസ് ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് നമ്മൾ അതൊന്നും ഓർഡർ ചെയ്തില്ല. ഒതന്റിക് ഖാസി റെസ്റ്റോറൻ്റ് ആണ്. ഖാസി എന്ന് പറഞ്ഞാൽ മേഘാലയയിലെ ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവരുടെ ഒതന്റിക് ആയിട്ടുള്ള ഡിഷസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരിവിടെ ടേബിളിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ഒന്ന് വെറൈറ്റിയാണ്, അടിപൊളിയാണ്. അങ്ങനെയാണ്, സിംഗിൾ സീറ്റും ഉണ്ടാവും, ഒരു ടേബിളും ഉണ്ടാവും. നമ്മൾ സ്കൂളിൽ ബെഞ്ചും ഡെസ്കും പോലെ, പണ്ടത്തെ ചായക്കടയിലൊക്കെ ഉള്ള ടൈപ്പ്. പക്ഷെ തീരെ അതിനൊരു വീതിയൊന്നുമില്ല, വിട്ടില്ലാതെ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനം എന്തായിരുന്നു? കാസി സ്പെഷ്യൽ ചിക്കൻ മീലാണ്. ഇനി അത് വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലത്തെ ആംബിയൻസ് ഒക്കെ ഉള്ള കേട്ടോ. ഭയങ്കര വലിയ സ്പേഷ്യസ് ഒന്നുമല്ല, പക്ഷെ കൊള്ളാം. ഇതാണ് നമ്മുടെ ചിക്കൻ മീൽ. ഞാൻ മഞ്ഞ നിറത്തിലുള്ള ചോറ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഓർഡർ ചെയ്തത്. ബാക്കിലുള്ള ചേച്ചിമാരിരുന്ന് കഴിക്കുന്നത് കണ്ടിട്ടാണ് ഓർഡർ ചെയ്തത്. നീ മിക്കവാറും തിളക്കി കഴിഞ്ഞാൽ, മിക്സ് ചെയ്താൽ ചിലപ്പോൾ മഞ്ഞയാവുമായിരിക്കും. എന്തായാലും കഴിച്ചു നോക്കാം. നീ മിക്സ് ചെയ്തിട്ടൊന്ന് കഴിക്കുമോ? കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്. അതുപോലെ അതിൻ്റെ ചമ്മന്തി, പല ടൈപ്പ് ചമ്മന്തീസൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാ. പെപ്പർ ചിക്കൻ ഒക്കെ പോലുള്ള ഒരു മസാലയാണ്. എനിക്ക് ഞാനും പോയി കഴിക്കട്ടെ കേട്ടോ. ബൈ. ഇവിടുത്തെ ഐറ്റംസ് ആണ്, മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ പോലീസ് ബസാറിലോട്ട് വരികയാണെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിൽ എന്തായാലും വരിക. ഈ റെസ്റ്റോറൻറ്റിന് ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് ഫോർ ഖാസി ഫുഡ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ ചേച്ചിയാണ് തോന്നുന്നു ഇവിടുത്തെ മെയിൻ. അവസാനമായിട്ട് നമ്മൾ ഈ ചേച്ചിയുടെ കടയിൽ വന്നിട്ട് ചിക്കൻ പൊക്കോട വാങ്ങാൻ പോവാണ്. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ, ക്ലിയർ ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റണില്ല. ഇതെന്താ പ്രോൺസ് ആണ്, അത് വിങ്സ് ആണ്, അത് ആലു ചിക്കൻ കട്ട്ലറ്റോ അങ്ങനെ എന്തോ പറഞ്ഞു. നമ്മൾ ചിക്കൻ പക്കോട വാങ്ങാൻ പോവാണ്. ഇവനൊരു റൊട്ടി ഇവിടെ നിന്ന് വാങ്ങി കഴിക്കും. അതോടുകൂടി നമ്മൾ ഇന്നത്തെ ഫുഡ് അടി നിർത്താൻ പോവാണേ. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല, ഇവിടെ തീരാണേ. ഇനി ഈ വ്ളോഗ് അടുത്ത ദിവസം കാണാം. ഞങ്ങൾ ക്ഷീണിച്ചു. ഇവിടുത്തെ കടകളൊക്കെ 8 മണിയാകുമ്പോഴേക്കും പൂട്ടും. അപ്പോൾ ഇവരൊക്കെ പാക്കപ്പ് ചെയ്യാനുള്ള സമയമായി. നമ്മളും പോവാണ്. നാളെ നേരത്തെ നമുക്ക് പോകേണ്ടതാണ്. ഇവിടെ നേരത്തെ വെളിച്ചം വരും. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മളും പുറത്ത് പോവും. അപ്പോൾ നാളെ കാണാം. ബൈ.